1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നതുപോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. ഓർമ്മിക്കുക, മനുഷ്യൻ ഇന്ന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലെങ്കിൽ ഏത് സത്യത്തെയും അവൻ നിഷേധിക്കും. മനുഷ്യമക്കളെ പിതാവായ ദൈവം സ്നേഹിക്കുന്നുവെന്നതിനുള്ള തെളിവായിട്ടാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത്. കാരണം തന്നേക്കാൾ അധികമായി സ്നേഹിച്ചിരുന്ന പുത്രനെ പോലും ബലി കഴിക്കുവാൻ തക്കവിധം ആബാ പിതാവ് തിരുമനസ്സായത് എത്രമാത്രം മനുഷ്യമക്കളെ സ്നേഹിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒരിക്കൽ കാർ ഓടിച്ചിരുന്ന ഒരാൾ വലിച്ചിരുന്ന ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞത് ഉണങ്ങിയ പുല്ലിനു മുകളിലാണ്. പുല്ലിന് തീപിടിച്ചു. വളരെ വേഗം അത് കാട്ടുതീയായി. വന്യമൃഗങ്ങളെല്ലാം ജീവന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. എന്നാൽ മരക്കൊമ്പിലൊരു കുരുവിപ്പക്ഷി ഇതെല്ലാം കണ്ടിട്ടും അനങ്ങാതെയിരുന്നു. ഇന്നലെയാണ് അവൾക്ക് 4 കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. അവയ്ക്ക് പറക്കാൻ കഴിയില്ല. 4 മക്കളെയും കൊണ്ട് പറക്കാൻ തള്ളപ്പക്ഷിക്കാവില്ലല്ലോ. അമ്മ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിലാക്കി. തീനാവുകൾ മരക്കൊമ്പിലേക്ക് പടർന്നു തുടങ്ങി. പക്ഷിക്കുഞ്ഞുങ്ങൾ ഒന്നും അറിയുന്നില്ല. ഇരിക്കുന്നത് അമ്മയുടെ ചിറകിൻ കീഴിലല്ലേ, എന്തിനു പേടിക്കണം? പിടയുന്ന ഹൃദയത്തോടെ അമ്മ പറഞ്ഞു, മക്കളെ, നമ്മൾ അപകടത്തിലാണ്. മരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. അമ്മയെ സ്നേഹിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇനിയും മുട്ടയിടാൻ അമ്മയ്ക്കാകും. അതിനാൽ അമ്മ രക്ഷപ്പെട്ടോളൂ. അമ്മയുടെ ഹൃദയം തേങ്ങി. പെട്ടെന്ന് ഓടിയെത്തിയ മഴത്തുള്ളികൾ തീയെ ശമിപ്പിച്ചു. അപായമൊന്നുമില്ലെന്നറിഞ്ഞ ആ കുഞ്ഞു പക്ഷികൾ അമ്മയെ കുലുക്കി വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും അമ്മയുടെ ഇടുപ്പ് നിലച്ചിരുന്നു. ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുവാനാണ്. അവനിൽ അമ്മയുടെ കരുതലും പിതാവിന്റെ ശാസനവുമുണ്ട്. അവൻ പാപത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ വന്നവനാണ്. ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കണം, എന്തിനാണ് ക്രിസ്തു ഈ പാടുപീഡകൾ സഹിച്ചതും ഉത്ഥാനം ചെയ്തതുമെന്ന്. നമ്മുടെ നിത്യരക്ഷ മാത്രം കണക്കിലെടുത്താണ് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മാലാഖവൃന്ദങ്ങൾ തമ്പുരുമീട്ടുമ്പോൾ സ്വർഗീയ ഗണങ്ങൾ ആർത്തുഘോഷിക്കുമ്പോൾ മണ്ണിലെ പാപത്തിൻ കരകൾ നീക്കാനായി വിണ്ണിൽ നിന്നും വന്നൊരാ
ദൈവപുത്രനേ. മാലാഖവൃന്ദങ്ങൾ തമ്പുരുമീട്ടുമ്പോൾ സ്വർഗീയ ഗണങ്ങൾ ആർത്തുഘോഷിക്കുമ്പോൾ മണ്ണിലെ പാപത്തിൻ കറകൾ നീക്കാനായി വിണ്ണിൽ നിന്നും വന്നൊരാ ദൈവപുത്രനേ യേശുവേ, ക്രൂശിതാ ഉത്തിതാ. പാപത്തിന്മേലങ്കി അഴിച്ചു മാറ്റി സൂര്യ തേജസ്സാൽ വന്നിടുന്നു. നമ്മുടെ മനസാ കല്ലറയിൽ വെണ്മതൻ നന്മയായി വന്നിടുന്നു. അങ്ങയെ കാണുവാൻ നിൻചാരെ അണയുവാൻ സൂര്യനെ തിരയുന്ന സൂര്യകാന്തി പോൽ എൻ മനമിന്നു തിരഞ്ഞിടും.